അനുരാഗ്, കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചത്. അതിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ? തീർച്ചയായും കേന്ദ്ര സർക്കാരിനെതിരെയും മോദിക്കെതിരെയും നിശിത വിമർശനം തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. BJP നേതാവ് എന്ന നിലയിലാണ് തൃശൂരിൽ മോദി സ്ത്രീ ശാക്തീകരണ പരിപാടിയിൽ പങ്കെടുത്തത്. അവിടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രസംഗമാണ് ഉണ്ടായതെങ്കിലും ഏറ്റവും മികച്ച മാതൃകയായ കുടുംബശ്രീയെ പറ്റി ഒരു അക്ഷരം മിണ്ടാൻ പ്രധാനമന്ത്രി ശ്രമിച്ചില്ല. ബോധപൂർവം ചില പേരുകൾ പ്രധാനമന്ത്രി ഓർമ്മിക്കാതെ പോയി എന്നുള്ളതാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ വിമർശനം. അതിനൊപ്പം തന്നെ അദ്ദേഹം പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്ത സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ആളിക്കത്തിക്കാൻ ശ്രമിച്ച ഒരു ഭാഗം, അത് എന്തായാലും വിമാനത്താവളങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് കേസ് എവിടെയാണ് പോയത് എന്നുള്ള ചോദ്യം തിരികെ ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുകയാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനമായി അത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് BJP തന്നെ എന്നുള്ളതാണ് ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിക്കുന്നത്. എന്തായാലും ആളെ പറ്റിക്കാൻ പൈങ്കിളി കഥയുമായി മോദി ഇറങ്ങുന്നു എന്നുള്ളതാണ് അദ്ദേഹം തിരിച്ചടിക്കുന്നത്. അന്വേഷിക്കാൻ എന്തായാലും തടസ്സം കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെയും കൈവശമുണ്ട്. ഇത്തരത്തിലുള്ള അറിവുണ്ടെങ്കിൽ, സ്വർണ്ണക്കടത്ത് എവിടെ കേന്ദ്രീകരിച്ച് നടന്നു എന്നുള്ള അറിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്വേഷിക്കാൻ അതിന് തടസ്സം ഉണ്ടായി എന്നുള്ളതാണ് ചോദ്യം. രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയുള്ള വാദമായി ഇപ്പോൾ അതിനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ഉന്നയിച്ച ഈ ആരോപണത്തിനടക്കം പ്രധാന ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും തന്നെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു വലിയ പ്രചാര വേലയ്ക്കുള്ള തുടക്കം കുറിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. അതിനൊപ്പം സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ സ്ത്രീകളോടുള്ള നിലപാട് എന്ത് എന്നുള്ളതാണ് ചോദ്യം. വനിതാ സംവരണ ബിൽ വോട്ട് തട്ടുന്നതിന് വേണ്ടിയുള്ള BJPയുടെ തന്ത്രം, അത് ആ തരത്തിലുള്ള ആയുധമാക്കിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഗുസ്തി താരങ്ങളുടെ കാര്യത്തിലടക്കം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ മൗനം പാലിച്ചു. അതെന്തിന് എന്നുള്ള കാര്യവും ചോദ്യമായി തന്നെ ഉന്നയിക്കുന്നു. സ്ത്രീ സുരക്ഷയിൽ പ്രസംഗമല്ലാതെ വ്യക്തമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ BJP സർക്കാർ അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് വിമർശനം. അതിനൊപ്പം തന്നെ തൃശൂർ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ ക്യാമ്പയിൻ, മോദി അടക്കം ഇറങ്ങി ക്യാമ്പയിൻ ചെയ്തത്. പക്ഷേ തൃശൂർ BJP തൊടാൻ പോലും പോകുന്നില്ല എന്നുള്ളത് ഉറപ്പിച്ചു തന്നെ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. കാരണം നാടിന്റെ ഏറ്റവും വലിയ ശത്രു BJP ആണ്. ഫാസിസത്തിലേക്കാണ് ഇവരുടെ യാത്ര. അതുകൊണ്ട് തന്നെ BJP കേരളത്തിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു തന്നെ CPIMന് പറയാൻ കഴിയും. വർഗീയ ധ്രുവീകരണമാണ് BJP ഉദ്ദേശിക്കുന്നത്. അതിനൊന്നും എന്തായാലും കേരളത്തിലെ ജനത നിന്നുകൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏതെങ്കിലും തരത്തിലുള്ള പദയാത്രയോ റോഡ് ഷോയോ നടത്തിയത് കൊണ്ട് LDFന്റെ അടിത്തറ ഇളകിപ്പോകില്ല എന്നുള്ള കാര്യവും ഗോവിന്ദൻ മാസ്റ്റർ ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. എന്തായാലും നിരവധി കേന്ദ്ര ഏജൻസികൾ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപടക്കം മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. പക്ഷേ ഒരു ഘട്ടത്തിലും അത് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അത് BJPക്കോ കോൺഗ്രസിനോ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പരിശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത കൈയുടെ ഉടമയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ടാണ് അവർക്ക് ഈ കേന്ദ്ര ഏജൻസികൾക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താനാകാത്തത്. എന്തായാലും ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിശ്ചിത വിമർശനം ഉണ്ടാകുന്നു. വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷേ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആയുധമാക്കാനാണ് BJP ശ്രമിക്കുന്നത്. നിർഭാഗ്യവശാൽ കോൺഗ്രസ് ഇതിൽ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു. ഈ നിലപാടിൽ നിന്ന് മാറാൻ കോൺഗ്രസ് ഒരു ഘട്ടത്തിലും തയ്യാറാകുന്നില്ല. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഈ വർഗീയതയെ ചെറുക്കാനാണ് കഴിയേണ്ടത്. ഇത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്നുള്ള കാര്യമാണ് ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത്. ശരി, വ്യക്തമാണ്. അനുരാഗാണ് വിവരങ്ങൾ നൽകിയത്.